ഗായ്സ്, രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് കോളേജിൽ പോകാൻ റെഡി ആവാൻ പോവാം. അപ്പോൾ രാവിലെ നോക്കുന്നിടത്ത് വലിയ വെയിലൊന്നും പുറത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മഴയെങ്ങാനും പെയ്യാൻ സാധ്യത കാണും, കാരണം നല്ല ചൂടല്ലേ. അപ്പം ഞാൻ പോവാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കുറേ നാളായി ഞാൻ ഇട്ടിട്ട്. അങ്ങനെ ഇപ്പം മുടിയും കൂടെ വെട്ടിയില്ലേ, അപ്പോഴത്തേക്കും വെച്ചാൽ ഇതിടാമെന്ന് വിചാരിച്ച്. അപ്പം ഈ ചൂടിൻ്റെ ഈ കാലാവസ്ഥയുടെ ആയിരിക്കും കൈയും ദേഹവും മുഖമൊക്കെ ഈ പൊരിഞ്ഞിളകുന്നു. നോക്കാൻ നേരത്ത് അവിടെ ഒരു തീ എന്താണ്ടൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നത് എന്തുവാണെന്നറിയാൻ വയ്യ, ഉറക്കെ എണീറ്റിട്ട്. അപ്പോൾ എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരുത്തി സ്നാപ്പിൽ മഞ്ഞ ക്യാമറയിൽ ഫോട്ടോ എടുക്കണം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ വന്ന് കുറേ ഫിൽറ്ററൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഇതിൽ ഞാൻ വീഡിയോസാണ് കൊടുക്കുന്നത്, ഫോട്ടോസ് ഇൻക്ലൂഡ് ആക്കിയില്ല. അങ്ങനെ ഓരോരോ ഫിൽറ്ററിൽ ഓരോരോ എക്സ്പ്രഷൻസൊക്കെ ഇട്ടിരിക്കുക. പക്ഷെ രാവിലെ അംഗൻവാടി പോകാതിരിക്കാൻ വേണ്ടി എന്നെ ഒന്ന് സോപ്പിടുക. അപ്പം ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മേ, കരയത്തില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വിചാരിച്ച് നിൽക്കട്ടെ, മൂക്കൊലിപ്പുണ്ട്. അങ്ങനെ ഞാൻ നേരെ വണ്ടിയിൽ കോളേജിൽ ചെന്നപ്പം ഇന്നലെ നിളയെ പറ്റിയില്ലേ ഞാൻ വീഡിയോ ഇട്ട്. അങ്ങനെ അതിൻ്റെ വീഡിയോ നോക്കടി എന്നും പറഞ്ഞിട്ട് ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ക്ലാസ്സിൽ കയറി പ്രെയറൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലിരിക്കുക. അപ്പോൾ ഫസ്റ്റ് പീരീഡ് ഷീജ മിസ്സിൻ്റെ പീരീഡായിരുന്നു. അപ്പോൾ മിസ്സ് പഠിപ്പിച്ച് പോർഷൻസ് എല്ലാം കവറാക്കി. അങ്ങനെ സാധാരണ മിസ്സുമാർ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പം നിള എൻ്റെ അടുത്ത് വേണ്ടി വീഡിയോ ഇട് ടീച്ചർ പോകുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് മിസ്സ് പോർഷൻസ് പഠിക്കുന്നതിൻ്റെ എവിടെ മുതൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ മിസ്സ് പറഞ്ഞു തരുക. അങ്ങനെ ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കി വെച്ച് ഇത് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ വിചാരിച്ച് പോസ് ചെയ്തെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കും. പിന്നെ ഇപ്പം ഞാൻ ഗാലറി നോക്കിയപ്പോഴത്തേക്കാണ് ഫുള്ള് റെക്കോർഡായിരുന്നെന്ന് മനസ്സിലായി. പിന്നെ മിസ്സ് പഠിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ക്ലാസ്സിൽ സെക്കൻഡ് പീരീഡ് നീലിമ മിസ്സായിരുന്നു. ഞാൻ മിസ്സിനെ കാത്തിരിക്കുമായിരുന്നു. പക്ഷേ സെക്കൻഡ് പീരീഡും ഷീജ മിസ്സ് തന്നെയാണ് വന്നത്. തേർഡ് പീരീഡാണ് നീലിമ മിസ്സ് വന്നത്. അങ്ങനെ നീലിമ മിസ്സും വന്ന് സാധാരണ സത്യം ഈ മിസ്സുമാരെല്ലാം പഠിപ്പിച്ചിട്ട് ഞാൻ പോവാണേ മക്കളെ എന്നും പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ ഇതെല്ലാ മിസ്സുമാരും സംഭവം എക്സാം ആയല്ലോ, അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ മനസ്സറിയാവുന്നതുകൊണ്ട് ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങ് കുട്ടികളെ എന്നും പറഞ്ഞിട്ട് മിസ്സ് പറയുക. ഡെയിലി റൊട്ടീൻ രാവിലെ എണീച്ചിട്ട് ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ മിസ്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അത് നേരത്തെ പോലെ തന്നെ റെക്കോർഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പം മിസ്സ് അങ്ങ് പോവുകയും ചെയ്തു. എന്നുവെച്ചാൽ അടുത്ത പീരീഡല്ല, അടുത്ത ലഞ്ച് ബ്രേക്ക് ആയിരുന്നല്ലോ. അങ്ങനെ ബെല്ലടിക്കുന്നതിന് മുമ്പേ മിസ്സ് ബെല്ലടിക്കുന്നതിന് മുമ്പേ ആണെന്ന് തോന്നുന്നു. മുമ്പേ മിസ്സ് ഇങ്ങനെ പോയി. നേരത്തെ കഴിഞ്ഞിന്ന് ക്ലാസ്. അങ്ങനെ മിസ്സ് ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നു. അങ്ങനെ അതിനുശേഷം ലഞ്ച് ബ്രേക്കാണല്ലോ. അങ്ങനെ ഞാനും നിളയും കൂടെ ഇറങ്ങി കൈ കഴുകാനൊക്കെ പോയി. അങ്ങനെ ഇത് ഞങ്ങളുടെ ക്യാൻറ്റീന്. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ മറ്റൊരു 2 പേരും ഇന്ന് ലീവായിരുന്നു. അപ്പം ഞാനും നിളയും മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോയി കൈ കഴുകാനൊക്കെ പോയി. ഇവിടെ ഞങ്ങൾ ഗ്ലാസ് നോക്കുന്നത്, മുഖമൊക്കെ നോക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കൈ കഴുകി പയ്യെ എന്തോ ആമയും പിന്നെ സ്പീഡിൽ നടക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ പയ്യെ നിരങ്ങി സംഭവം ലഞ്ച് ബ്രേക്ക് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേ ഞങ്ങളുടെ ലൈബ്രറി. ഇവിടെ ഞാൻ ആകെപ്പാടെ ഒരു വട്ടം അങ്ങാണ്ട് കയറിയിട്ടുണ്ട്, പിന്നെ ഞാൻ കയറിയില്ല. വളുപ്പൊരു ചിരിയുണ്ട് ഇപ്പം. അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് വിചാരിച്ച് വെച്ചോണ്ട്, പക്ഷെ ആളുടെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. അങ്ങനെ തന്നെ ഇതായിരുന്നു ഫുഡ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങളുടെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് നടന്നു. അതിനു മുമ്പ് ഞങ്ങൾ ഈ നിഴലിനകത്ത് ഇന്നലെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ നമുക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നടന്നുപോയി നേരെ ഞങ്ങൾ ഫോട്ടോ എടുക്കും. ഇന്നലെ ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് ഞങ്ങൾ നടക്കുക. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി. സംഭവം എൻ്റെ വണ്ടി കാണാൻ പോവാ ഞങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വണ്ടി ഈ മുഖം നോക്കാനൊക്കെ ആരൊക്കെയോ ഗ്ലാസ്സുകൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അതിൻ്റെ ഗ്ലാസ് ഇച്ചിരി ലൂസായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞങ്ങൾ പോയി നോക്കുമോ ഉച്ച സമയത്ത് ഈ ആളുകൾ ഈ ഗ്ലാസ്സൊക്കെ ഈ ബ്രേക്ക് ടൈമിൽ ഗ്ലാസ്സൊക്കെ ഇതാക്കി മാറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ആ ഗ്ലാസ്സൊക്കെ പോയി റെഡിയാക്കി. സംഭവം ഞങ്ങൾ വിചാരിച്ച കണക്ക് തന്നെ ഗ്ലാസ്സൊക്കെ തിരിച്ചു മറിച്ചൊക്കെ വെച്ചിരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഗ്ലാസ്സൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങൾ 2 പേരോടെ നടന്ന് ഫ്രണ്ടിലോട്ട്
പിന്നെ ഞങ്ങൾ ഇരിക്കുന്നിടത്തോട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക് റെക്കോർഡാവുക കേട്ടോ ഫോണിൽ. ഞാൻ വീഡിയോ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ട് സംഭവം റെക്കോർഡാവുന്നുണ്ട് തന്നെ അങ്ങ്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നതിനടുത്ത് അപ്പോഴത്തേക്ക് അവൾ ഫോൺ എടുക്കാൻ മറന്നു എന്ന് പറയാം. അങ്ങനെ ഇപ്പം വരാടി പെട്ടെന്ന് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ എടുക്കാൻ വേണ്ടി ക്ലാസ്സിലോട്ട് പോയി. ഞാനങ്ങനെ നമ്മൾ ഇരിക്കുന്നിടത്ത് പോയിരുന്നു, കുറച്ചുകൂടെ മാറിയിരുന്നു. നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുകളിൽ ഓലയൊക്കെ ഇതാക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടിരുന്നപ്പോൾ ഈ നമ്മുടെ കോളേജിൻ്റെ ഗേറ്റല്ല, ഫ്രണ്ട് ഗേറ്റല്ല, കുറച്ച് ബാക്കിലോട്ടുള്ള ഗേറ്റിൻ്റെ അടുത്ത് പിള്ളേർ റീലെടുക്കുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മളതൊക്കെ നോക്കി. അവളിപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ, എടി അവളുമാർ റീലെടുക്കുമ്പോൾ നമ്മളെയും കാണുമോ പുറകെ എന്നാ ചോദിച്ചത്. ഈ സംഭവം മന്ദബുദ്ധിയാണെന്നോ അതുമല്ല, അപ്പോൾ പുതിയ ഫോണാണെന്ന് എല്ലാവരുടെ അടുത്തും പറയണമെന്ന്, പുതിയ ഫോണാണെന്ന്. സംഭവം ബാക്കിൽ ഞാൻ പറഞ്ഞടി അങ്ങോട്ട് നോക്കിയിരി, ബാക്കിയുള്ളവരെ എല്ലാം വീഡിയോ എടുക്കാനാ, ഇനി ബാക്കിലോട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പ്രഷൻസ് എല്ലാം വാരി വിതറുന്നു. പിന്നെ ഞാൻ വൈകിട്ടായി നേരെ വീട്ടിൽ വന്നു.